السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونصلي ونسلم على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم إن بني إسرائيل تفرقت على 72 ملة وتفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. قالوا من هي يا رسول الله؟ قال ما أنا عليه وأصحابي. صدق النبي صلى الله عليه وسلم. وتعلما علما يصحح طاعة وعقيدة ومزقي القلب اسقلا. هذه الثلاثة فرض عين فاعرفا وعمل بها تحصل نجاة واعتلاه. റഹ്മാനുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ വിശുദ്ധ ദീനിൻ്റെ ആശയ പ്രചരണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വലിയ മഹാനാണ് താജുൽ ഔലിയ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് നമ്മളിവിടെ ഇരിക്കുമ്പോൾ വലിയൊരു മാതൃക, നമ്മുടെ നാട്ടിലില്ലാത്ത വലിയൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തുടങ്ങിയത്. ഉറൂസിനോടനുബന്ധിച്ച മഹാത്മാക്കളുടെ ചരിത്രം, അള്ളാഹുവിൻ്റെ ദീനീ വിജ്ഞാനങ്ങൾ, അതെല്ലാമാണ് യഥാർത്ഥത്തിൽ ഒരു ഉറൂസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാഹിബ്യങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുക. അതിവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനുറഹീം അല്ലാഹു തആല ഇനിയും ഇസ്സത്തിലാക്കുമാറാവട്ടെ. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കേണ്ട ഒരു സദസ്സ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അള്ളാഹുക്ക് വേണ്ടി ധാരാളം നിസ്കരിക്കുന്നുണ്ട്. എല്ലാ ഇൽമും പഠിച്ചതനുസരിച്ച് ഒരുത്തൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ട്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുണ്ട്. എല്ലാമുണ്ട്. പക്ഷേ അവന്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അമലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് വേണ്ടത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അഖീദ, അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസമാകുന്ന അടിത്തറ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു അമലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്ത് ഉണ്ടാവുകയില്ല. എത്ര നന്നായി നിസ്കരിച്ചാലും, എത്ര നല്ല സക്കാത്ത് കൊടുത്താലും, എത്ര നിയ്യത്ത് നന്നാക്കിയാലും അവൻ്റെ അമലുകൾക്ക് ഖബൂലിയത്ത് ഉണ്ടാവുകയില്ല, സ്വീകാര്യത ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നമ്മുടെ ആദർശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയും, അഥവാ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നികളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ പറയുന്ന ആശയങ്ങളാണ് ശരി. വഹാബികൾ പറയും അവര് പറയുന്ന ആശയമാണ് ശരി. തബ്ലീഗ് ജമാഅത്തിന് പറയാനുണ്ടാവുക അവര് പറയുന്ന ആശയമാണ് ശരി. എല്ലാവരും പറയുന്നത് ഞങ്ങളൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തിന് അനുയോജ്യമായ രീതിയിൽ ജീവിതം നയിക്കുന്നവരാണ്. അതേ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരാൾ ഞങ്ങൾ പിഴച്ച ആളുകളാണെന്ന് ഒരിക്കലും പറയുകയില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ
ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞൊരു ഹദീസ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. ഇന്ന ബനി ഇസ്രായീല തഫറഖത് അല 72 72ഓളം വിഭാഗമായിട്ട് ബനു ഇസ്രായീലിൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്ത് 73ലധികം വിഭാഗമായി പിരിയും. ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് 2 വിഭാഗം മഹാന്മാർ പഠിപ്പിക്കുക. ഉമ്മത്ത് 2 വിഭാഗം ഉമ്മത്തുണ്ട്. ഉമ്മത്തു ദഅവ, ഉമ്മത്തുൽ ഇജാബ, പ്രബോധിത സമൂഹം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു കൽപ്പിക്കപ്പെട്ട വിഭാഗം, അതൊക്കെയും ഉമ്മത്തു ദഅവയാണ്. ഈ ഉമ്മത്തു ദഅവയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്തതിനെ അത് ജീവിതത്തിൽ ഇസ്ലാം വിശ്വസിച്ച മനുഷ്യന്മാർ, അവരാണ് ഉമ്മത്തുൽ ഇജാബ. ഈ ഫർക്ക് ഉണ്ടാകുന്നത് 73 സമൂഹമാവുക എന്നുള്ളത് ഉമ്മത്തുൽ ഇജാബയാണ്, മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായത്തിലാണ് 73ലധികം വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുക. ഇത് പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർമ്മപ്രധാനമായിട്ടുള്ള വലിയൊരു കാര്യം കൂടി പറഞ്ഞു. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഈ 73ലധികം വിഭാഗങ്ങളാകുമെങ്കിൽ ഒറ്റ വിഭാഗം ഒഴികെ എല്ലാ വിഭാഗവും നരകത്തിലേക്ക് കടക്കും. അപ്പൊ സ്വർഗത്തിന്റെ അവകാശികളാകുന്നത് ഒരൊറ്റ വിഭാഗം മാത്രമാണ്. ഇവിടെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം വരുന്നത്. ആ വിഭാഗം നമ്മളാണെന്ന് സുന്നികൾ പറയും, വഹാബികളാണെന്ന് അവരും പറയും, തബ്ലീഗ് ജമാഅത്താണെന്ന് അവരും പറയും. യഥാർത്ഥത്തിൽ ആരാണ് ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗം? നമ്മളിപ്പോ വഹാബികളോട് ചോദിച്ചു, ആ വിഭാഗം ആരാ? അവര് പറയോ ഞങ്ങളല്ല നിങ്ങളാന്ന് പറയോ? പറയൂല. അവരാണെന്ന് സമർത്ഥിക്കുകയുള്ളൂ. നമ്മളും പറയുന്നു നമ്മളാണെന്ന് സമർത്ഥിക്കൂ. അപ്പൊ നമ്മളെ മുമ്പിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് ഒരു പോർവഴിയത് മനസ്സിലാക്കാൻ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കണം. സഹാബത്തുൽ കിറാമിന്റെ ചര്യ പഠിച്ച് മനസ്സിലാക്കിയാലേ ആ വഴിയിൽ ഇന്ന് നിലകൊള്ളുന്ന വിഭാഗം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ സഹാബികൾ ചോദിക്കുകയാണ്, മൻഹിയ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയേ, ആ ഒറ്റ വിഭാഗം ആരാണ്? സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒറ്റ വിഭാഗം ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ അന അലൈഹി വ അസ്ഹാബി. മാ അന അലൈഹി വ അസ്ഹാബി. എന്താണ് മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറഞ്ഞാൽ? മഹാനായ ഇമാം ഇസ്മായിൽ ഹഖ്ൽ ബറൂസവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതിനെ വിശദീകരിച്ചു പറയുകയാണ്. മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറഞ്ഞാൽ മാ അന അലൈഹി വ അസ്ഹാബി മിനൽ ഇഅ്തിഖാദി വൽ ഫിഅലി വൽ ഖൗലി. ഞാനും എൻ്റെ സ്വഹാബത്തും വിശ്വസിച്ച വിശ്വാസം, ഞാനും എൻ്റെ സ്വഹാബത്തും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, ഞാനും എൻ്റെ സ്വഹാബത്തും പറഞ്ഞ വാക്കുകൾ, ഫഹുവ ഹഖുൻ, ഇതാണ് യഥാർത്ഥമായിട്ടുള്ളത്. ഇതിനെ പിൻപറ്റുന്ന വിഭാഗമാരാണോ അവരാണ് മാ അന അലൈഹി വ അസ്ഹാബി എന്ന്, സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വത്വരീഖുൻ മുസ്ലിൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് വഴി നടത്തപ്പെടുന്ന, സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്ന വിഭാഗവും അവർ തന്നെയാണ്. വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും ഉന്നത അവസ്ഥയുടെയും അഹ്ലുകാരി പറയപ്പെട്ട ഒറ്റ വിഭാഗം മാത്രമാണ്. ഈ ഒറ്റ വിഭാഗത്തിനെതിർ നിൽക്കുന്ന ഏതെല്ലാം വിഭാഗം ഈ ലോകത്തുണ്ടോ, ബാത്തിലുൻ, അതൊക്കെയും ബാത്തിലാണ്, അതൊക്കെയും നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളാണ് എന്ന് മഹാനായ ഇമാം ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വലിയ ശൈഖ് തങ്ങളെ ഉറൂസിൽ, വലിയ ശൈഖ് തങ്ങൾ ഉപ്പാപ്പന്റെ ഹളറത്തിൽ പോയിട്ട് തങ്ങളെ ഞങ്ങൾക്ക് കുറെ പ്രയാസങ്ങളുണ്ട്, തങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് വലിയ ശൈഖ് തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. ഒരു പ്രയാസം വരുന്ന സമയത്ത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന്
ഔസുൽ ആദം തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നവരാണ് നമ്മൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തുന്നവരാണ് നമ്മൾ. ഇസ്തിഗാസ തവസ്സുൽ എന്നുള്ള വിഷയം പ്രിയപ്പെട്ടവരെ, നേരിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ, മഹാന്മാരെ, അല്ലാഹു തൃപ്തിപ്പെട്ട മഹത്തുക്കളെ വിളിച്ചിട്ട് അവരോട് നേരിട്ട് സഹായ അഭ്യർത്ഥന നടത്തുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. തവസ്സുലി എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ ഈ മഹാന്റെ മദദ് കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ തരണം, ഇന്നാലിന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം എന്നിങ്ങനെ ആ മഹാന്റെ പവർ കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിനോടുള്ള തേട്ടമാണ് തവസ്സുലി എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്യുന്ന വിഭാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. എന്നാൽ മറുവിഭാഗം വഹാബികളുണ്ട്, ഖാദിയാനികളുണ്ട്, ഷിയാക്കളുണ്ട്. അവരൊക്കെയും അവരുടെ വിശ്വാസം എന്താണ്? വഹാബികളുടെ വിശ്വാസം എന്താണ്? അവര് പറയും തവസ്സുൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. അവരാ വാദം ഉന്നയിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവര് പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുണ്ട് എന്നും പറഞ്ഞിട്ട് ആ വാദത്തെ സ്ഥിരപ്പെടുത്താൻ അവർ കെണിഞ്ഞ് പരിശ്രമിക്കുമ്പോൾ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന തവസ്സുലും ഇസ്തിഗാസയും ഇസ്ലാമികമാണോ? ഇസ്ലാമികമല്ലാത്ത തവസ്സുലും ഇസ്തിഗാസയുമാണോ നമ്മൾ ചെയ്യുന്നത്? ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തവസ്സുലും ഇസ്തിഗാസയും ഇസ്ലാമിൽ അനുവദനീയമാണോ? വഹാബികൾ പറയുന്നതാണോ ശരി? വഹാബികൾ പറയുന്നതാണ് ശരിയെങ്കിൽ അവരുടെ ഇഅ്തിഖാദ്, അവരുടെ വിശ്വാസം ശരിയാണെന്ന് വകവെച്ചു കൊടുക്കേണ്ടി വരും. നമ്മളാണ് പറയുന്നത് ശരിയെങ്കിൽ തീർച്ചയായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇഅ്തിഖാദ് ഇന്ന് ഹക്കോടുകൂടി കൊണ്ടു നടക്കുന്നൊരു വിഭാഗം, അത് നമ്മളാണെന്ന് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി, ആർജവത്തോടു കൂടി പറയാൻ കഴിയും. ആരാണ് ഈ വഹാബിയത്ത് എന്ന് പറയുന്നത്? വഹാബിയത്ത് എന്ന് പറയുന്നത് അത്ബാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നജ്ദി. അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നജ്ദ്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം വൈബിയച്ച മനുഷ്യനാണ്. വഖദ് ഖാലഫ അഹ്ല സുന്നത്തി വൽ ജമാഅ ഫീ കസീരി മിനൽ മസായിൽ ഇഅ്തിഖാദിയ. വിശ്വാസപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും തങ്ങളെ സ്വഹാബത്തിനോടും എതിരായ വലിയ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം. അവര് പറയുകയാണ്, വമൻ തവസ്സല ബിഗൈരില്ലാഹി ഖദ് അശ്റക ബില്ലാഹി വലൗ മുഹമ്മദാ. അല്ലാഹു അല്ലാത്ത ആരോട് തവസ്സുൽ ചെയ്താലും, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തവസ്സുൽ ചെയ്താൽ പോലും അത് ശിർക്കാണ്, അല്ലാഹുവിനോട് പങ്കുകാരനാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തവസ്സുൽ ചെയ്യാൻ പാടില്ലേ ഇല്ല, ഇസ്തിഗാസ ചെയ്യാനേ പാടില്ല എന്നവരും ഇസ്ലാമിൽ അത്തരത്തിലുള്ളൊരു വിഷയമേ ഇല്ല എന്നിങ്ങനെ സമർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ഇസ്തിഗാസ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങുന്ന നബിമാർ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? തങ്ങളെ സ്വഹാബികൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാർ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തെളിവാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം ഉസ്താദ് പറഞ്ഞു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ, അവിടുന്ന് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഉപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ഇസ്തിഗാസ നടത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോള് ശിർക്ക് ചെയ്തോ എന്നല്ലേ നമ്മൾ പ്രിയപ്പെട്ടവരെ ആദ്യമായി ചോദിക്കേണ്ടത്. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അശ്ശിഫാഉ സഖാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, അവ്വലു മൻ അൻകറ തവസ്സുല വൽ ഇസ്തിഗാസത വതശഫഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഇബ്നു തൈമിയ്യ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ തങ്ങളടക്കമുള്ള മുഴുവൻ നബിമാരും ചെയ്ത, സ്വഹാബികളും അഇമ്മത്തും ചെയ്ത ഇസ്തിഗാസ എന്നുള്ള പരിപാടി, തവസ്സുൽ എന്നുള്ള പരിപാടി, അത്തശഫഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ ഞങ്ങൾക്ക് ശഫാഅത്ത് വേണം, അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ എന്ന് നമ്മൾ ഇങ്ങനെ പാടാറുണ്ട്. മുത്തുനബിയെ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞങ്ങൾക്ക് തങ്ങളെ ശഫാഅത്ത് വേണം. ഞങ്ങൾ നാളെ മഹ്ശറയിൽ എത്തുന്ന സമയത്ത് ആരാരുമില്ലാതെ ബേജാറോടെ ഞങ്ങൾ ഇങ്ങനെ തിരിയുന്ന സമയത്ത് നബിയെ, തങ്ങളെ ശഫാഅത്തില്ലാതെ ഞങ്ങൾ രക്ഷപ്പെടുകയില്ല നബിയെ. അതുകൊണ്ട് തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് വേണം നബിയെ എന്ന് ശഫാഅത്തിനെ തേടുന്നതിനെ ആദ്യമായി അവ്വലുമൻ അൻകറ, ആദ്യമായി എതിർത്തത് ഹുവ ഇബ്നു തൈമിയ്യ. അത് വഹാബി ആശയക്കാരനായ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന കപടനാണെന്ന് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പൊ പറയണം അയിമത്തുകളൊക്കെയും തവസ്സുൽ ചെയ്തു. അപ്പൊ പറയണം ആരാണ് ഹക്കിന്റെ പാതയിലുള്ളത്? ഇന്നത്തെ വഹാബികളാണോ? ഖാദിയാനികളാണോ? തബ്ലീഗ് ജമാഅത്താണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ഓതണോ ഓതണ്ടേ എന്ന് ചോദിച്ചാൽ ഓതാം ഓതാതിരിക്കാം എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്താണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ഓതണോ എന്ന് ചോദിച്ചാൽ ഓതണം, അത് നമ്മുടെ മേലിൽ ബാധ്യതയാണ് എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണോ യഥാർത്ഥ പാർട്ടി എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ ഇഅ്തിഖാദ്, നമ്മുടെ വിശ്വാസങ്ങൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയില്ല, കാലില്ല, കണ്ണില്ല. അവന്റെ ഇഅ്തിഖാദ്, അവന്റെ വിശ്വാസം, നിർബന്ധമായ സിഫാത്തുകൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. രണ്ടാളുകൾ വന്നിട്ട് നമ്മളെ അങ്കലാപ്പാക്കിയത് കൊണ്ട് നമ്മുടെ വിശ്വാസം ഒരിക്കലും മാറ്റം പറയുന്ന വിശ്വാസമാകരുത്. നമുക്ക് ഇൽമില്ല, ഇത്തരത്തിലുള്ളൊരു വിശ്വാസം നമുക്ക് വലിയ ഇൽമൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്ന ഈ ഇഅ്തിഖാദ്, ഈ വിശ്വാസം ആര് കഴുത്തിൽ കത്തിവെച്ചാലും മാറ്റി പറയുന്നൊരു സ്ഥിതി നമുക്കുണ്ടാവാനേ പാടില്ല. അത്തരത്തിലുള്ള കടുകട്ടിയുള്ള വിശ്വാസം നമ്മുടെ നെഞ്ചിലുറക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹളറത്തിൽ പോയി നമ്മൾ തങ്ങളോട് തവസ്സുൽ ചെയ്യും. മുത്തനബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സവിധത്തിൽ പോയി തങ്ങളെ വിശുദ്ധമായ ഹുജറത്തു ശരീഫയിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കും. നിങ്ങൾ മദീനയിൽ പോയ ആളുകളാണെന്ന് നിങ്ങൾക്കറിയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുജറത്തു ശരീഫയിലേക്ക് നമ്മൾ ഇങ്ങനെ ദ്വാരക്കുമ്പോൾ അവര് പറയും, ഹാദാ ലൈസ ബിഖിബ്ല, ഇതിലെ ഖിബില എന്നല്ല, ഇങ്ങോട്ട് തിരിയേണ്ട ആവശ്യമില്ല, ഖിബില അങ്ങോട്ട് തിരിഞ്ഞ് ദ്വാരക്കണം എന്നും പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഖിബിലയിലേക്ക് ഇങ്ങനെ തിരിക്കുന്നതായി കാണാൻ കഴിയും. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ഖിബിലയിലേക്കാണോ, ഖിബിലത്തുൽ ഖിബിലയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണോ തിരിയേണ്ടത്? അവിടെയാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകേണ്ടത്. മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. നാളറ മാലിക്കുൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുനാളറ നടത്തി. ആരോട്? അന്നത്തെ ഭരണാധിപനായ അമീറുൽ മുഅ്മിനീൻ അബൂ ജഅഫർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധിപൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീന പള്ളിയിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുകയാണ്. ഓരോ സംസാരങ്ങൾക്ക് ശേഷം അവസാനം ഈ രാജാവ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുന്നുണ്ട്. അസ്തഖ്ബിലുൽ ഖിബ്ലത അംദഉ വമസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചാരത്ത് വെച്ച് തങ്ങളിലേക്ക് തിരിഞ്ഞു ദ്വാരക്കണോ അതോ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു ദ്വാരക്കണോ? ആ സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ലിമ തസ്രിഫു വജ്ഹക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ ഖിബിലയിലേക്ക് തിരിക്കേണ്ട ആവശ്യം? ഫഹുവ വസീലതുക വവസീലതു അബീക ആദം ഇലല്ലാഹി യൗമിൽ ഖിയാമ, നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പാപ്പമാർക്കും ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹുവിലേക്കുള്ള വസീല അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി വഹുവ ഖിബിലത്തുൽ ഖിബില, ആ വിശുദ്ധമായ കഅബാലയം ഖിബിലയാണെങ്കിൽ ആ കഅബാലയത്തിന്റെ ഖിബിലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞ് തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു ദ്വാരക്കണമെന്ന് പഠിപ്പിച്ച ഇമാമാണ് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടാ.
ആ മഹത്തുക്കളെ സ്നേഹിക്കുന്ന അവർ കാണിച്ചു തന്ന വിശ്വാസം നമ്മൾ അടിയറ വെച്ചുകൂടാ. ഒരാളെ മുമ്പിലും അടിയറ വെച്ചുകൂടാ. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ വളരെ ചുരുക്കമാണ്. ഫിഖ്ഹ് പഠിക്കണം, അഖീദ പഠിക്കണം. അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വതഅല്ലുമൻ ഇൽമൻ യുസഹിഹു തഅതൻ. 3 ഇൽമുകളെ കുറിച്ച്. ഈ 3 ഇൽമിനി നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ ഇൽമ് എന്താ? യുസഹിഹു തഅ. നിന്റെ ആരാധനകളെ ശരിപ്പെടുത്തുന്ന ഇൽമാണത്, ഇൽമുൽ ഫിഖ്ഹ്. ആ ഇൽമുൽ ഫിഖ്ഹ് നീ നല്ലവണ്ണം പഠിക്കണം, മനസ്സിലാക്കണം. നിന്റെ നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ ശൈലികളും കാര്യങ്ങളും, ഓതേണ്ട ഖിറാഅത്തുകൾ, ഇതെല്ലാം ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ പെടും. കാരണം നിസ്കാരം ശരിയാവണമെങ്കിൽ ഖിറാഅത്ത് ശരിയാവണം. ഇതെല്ലാം നീ നന്നോണം പഠിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് പറയാവോ അഖീദ, നിന്റെ വിശ്വാസവും നന്നായിട്ട് നീ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളിവിടെ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വഹാബികളെ നോക്കുമ്പോൾ 5 വഖ്ത് നിസ്കാരം ജമാഅത്തായിട്ട് അവരിങ്ങനെ നിസ്കരിക്കും. പാൻ്റാണെങ്കിൽ നെരിയാണിക്ക് മുകളിൽ ഇങ്ങനെ കയറ്റി വെക്കും. നല്ല കണ്ടാൽ നല്ല ഇഖ്ലാസോട് നിസ്കരിക്കുന്നത് കാണും. എല്ലാ നന്മക്കും ചിലപ്പോൾ മുമ്പിലുള്ളതായൊക്കെ കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനാണ് അവർ നോക്കി എന്ത് ഡീസന്റ് ആയിട്ട് അവർ നിസ്കരിക്കുന്നത്, വേറൊരു ചിന്തയില്ലാതെ അവരങ്ങ് നിസ്കരിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എത്ര ഇഖ്ലാസോടെ നിസ്കരിച്ചാലും അഖീദ ബാത്തിലായ, വിശ്വാസം മോശമായതുകൊണ്ട് അവരെ അമല് അള്ളാഹു സ്വീകരിക്കില്ല. അമല് സ്വീകരിക്കാത്തൊരു വിഭാഗത്തെ പിയപ്പിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ ആവശ്യവുമില്ല. പക്ഷേ നമ്മുടെ ഇബാദത്തെങ്ങാനും നല്ലതാണെങ്കിൽ അത് ഖബൂലിയത്തുണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ അടിസ്ഥാനപരമായ ഇഅ്തിഖാദ് നമുക്ക് ഉണ്ട്. നമ്മുടെ ഇഅ്തിഖാദ്, നമ്മുടെ വിശ്വാസം നമുക്ക് സത്യമാണ്. സത്യമുള്ള വിശ്വാസക്കാരായ നമ്മൾ ചിലപ്പോൾ നന്നായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അതിനെ സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പിയപ്പിക്കാനും നമ്മുടെ നിസ്കാരത്തെ മാറ്റിമറിക്കാനും എല്ലാം ആര് ശ്രമിക്കുക? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശ്രമിക്കുക. അതുകൊണ്ട് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളായ വഹാബികളെ, ഖാദിയാനികളെ, അവരെ ഒന്നും പുറമോടി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തി പോകരുത്. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈമാനിന്റെ ദുഅഫ് നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മുടെ പരിപാടികളിൽ, നമ്മുടെ സംഗമങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്താണ് അവരെയും കൂടി ഉൾപ്പെടുത്തിയാൽ, വഹാബികളെ ഉൾപ്പെടുത്തിയാൽ എന്താ പ്രശ്നം? അവരും നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ. ജമാഅത്ത് ഇസ്ലാമിനെ ഉൾപ്പെടുത്തിയാൽ എന്താ പ്രശ്നം? അവരും നമ്മളെപ്പോലത്തെ മുസ്ലിമല്ലേ, നമ്മളെപ്പോലത്തെ ഒരു സംഘടനയല്ലേ അവരുടെ സംഘടനയും എന്നും പറഞ്ഞ് ന്യായീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ആരോഗ്യം ഒരിക്കലും പടർന്നു പോകില്ല, പക്ഷേ രോഗം അത് പടരുക തന്നെ ചെയ്യും. ഒരു രോഗിയും ആരോഗ്യവാനും നിൽക്കുമ്പോൾ ആരോഗ്യം ആ രോഗിയിലേക്ക് പടരുകയില്ല, പക്ഷേ രോഗം പടരാൻ വലിയ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ആരോഗ്യവാന്മാരായ, ഹഖീഖത്ത് യാഥാർത്ഥ്യമായ ആശയങ്ങൾ സത്യമായ നമ്മൾ ഒരിക്കലും രോഗം പടർന്നിട്ടുള്ള അത്തരക്കാരെ അടുത്ത് കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരുടെ രോഗമാകുന്ന ഈ ഇഅ്തിഖാദ് അത് നമ്മളിലേക്കും പടരാൻ ചാൻസ് കൂടുതലാ. അതുകൊണ്ട് അത്തരക്കാരോട് ബന്ധം വേണ്ടേ വേണ്ട. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്, കാഫറായ ഒരു മനുഷ്യനെ കൊണ്ട് ഇസ്ലാമിനൊരു ബുദ്ധിമുട്ടുമില്ല. അവനവന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. പക്ഷേ മുസ്ലിം ലേബലിൽ, മുസ്ലിം പേരിൽ, മുസ്ലിം വസ്ത്രമണിഞ്ഞുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ വികലപ്പെടുത്തുന്നവരാണ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ ഗൗരവമായിട്ട് പറഞ്ഞത്, നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കിടരുത്. ആരുടെ സന്തോഷത്തിൽ? ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളോട് നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കിടരുത്. അവരുടെ സങ്കടത്തിൽ നിങ്ങൾ കൂട്ടുകൂടരുത്. അവരെ കണ്ടാൽ നിങ്ങൾ ചിരിക്കരുത്. അവര് രോഗിയായി കിടന്നാൽ നിങ്ങൾ ആ രോഗ സന്ദർശനം നടത്തരുത് എന്നുവരെ കൃത്യമായി നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെയും ബിദ്അത്തിന്റെ കക്ഷികളോടുള്ള സമീപനവും നമ്മുടെ ഉസ്താദുമാർ കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാനേ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ബിദ്ഉ കിലാബുന്നാർ.
ബിദ്അത്തിന്റെ കക്ഷികൾ എന്ന് പറഞ്ഞാൽ കിലാബുൻ നാരി, നരകത്തിലെ പട്ടികളാണ്. ആരാ പറഞ്ഞത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിടയിൽ ധാരാളം ബിദ്അത്തിന്റെ കക്ഷികൾ വളരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരും അത്തരത്തിലുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയും, നമ്മളെ കുടുംബക്കാരനല്ലേ, എങ്ങനെയാ മിണ്ടാതിരിക്കാം? നമ്മളെ കൂട്ടുകാരനല്ലേ, അവനോട് എങ്ങനെയാ നമ്മൾ സംസാരിക്കാതിരിക്കാം? പ്രിയപ്പെട്ടവരെ, നമ്മളെ കൽബിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര ഹുബ്ബ് കുറഞ്ഞോ അത്രത്തോളം ബിദ്അത്തിന്റെ കക്ഷികളോട് മൃദുല സമീപനം നമ്മളെ മനസ്സിലുണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രത്തോളം ഹുബ്ബുണ്ടോ അത്രത്തോളം ബിദ്അത്തിന്റെ കക്ഷികളോട് വെറുപ്പ് നമ്മളെ ഹൃദയങ്ങളിൽ ഉണ്ടാകും എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കി വെക്കുക. മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ പോയവർക്കറിയാം, മഹാനവർകളുടെ മഖാമിന്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും, വഹാബി മൗദൂദികൾക്ക് ഇവിടെ പ്രവേശനം ഇല്ല എന്ന്. വഫാത്ത് കഴിഞ്ഞ് ഇത്ര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ബോർഡ് അവിടെ മാറ്റിയിട്ടില്ല. ഇന്നും അതേ സമീപനം തന്നെയാണ്. വഹാബികളോടും ബിദ്അത്തിന്റെ കക്ഷികൾ എന്ന് പറഞ്ഞാൽ വെറും വഹാബിക്കാദിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. പ്രിയപ്പെട്ടവരെ, വേൾഡ് തലത്തിൽ, ലോകതലത്തിൽ മുസ്ലിമീങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നികളൊന്നും ഷിയാക്കളും. ആരാണ് ഷിയാക്കൾ? അവർ ശരിയുള്ള വിഭാഗമാണോ? അവരുടെ നേതാവാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതെല്ലാം നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഷിയാക്കൾ ഇവിടെ ഉണ്ടാക്കി കെട്ടിച്ചമച്ച ധാരാളം ഹദീസുകൾ നമുക്കിടയിൽ സുലഭമാണ്. നമ്മളത് ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ട് ഓതാൻ തുടങ്ങും. ഷിയാക്കളെ ഹദീസുകൾ, ഷിയാക്കൾ ഉണ്ടാക്കിയ ധാരാളം ഹദീസുകളുണ്ട്. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ എന്നുള്ളത് കെട്ടിച്ചമച്ച ഹദീസാണെന്ന് മഹാനായ മുഹമ്മദ് ബിൻ അലവി മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പക്ഷേ നമ്മളതൊക്കെ എന്ത് ചെയ്തു? അത് യഥാർത്ഥ ഹദീസാണ് എന്നുള്ള രീതിയിൽ നമ്മളതൊക്കെ വിശ്വസിച്ച് വെച്ചുപോയി. ഹദീസിന്റെ കൂട്ടത്തിലും ചരിത്രത്തിന്റെ കൂട്ടത്തിലും ധാരാളം ഇത്തരത്തിലുള്ള ഉണ്ടാക്കപ്പെടലുകൾ ധാരാളം നടന്നിട്ടുണ്ട്. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ ഷിയാക്കൾ എന്ന് പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ വല്ലാതെ മനസ്സുകൊണ്ട് വെറുക്കുന്നൊരു വിഭാഗം, പ്രധാനമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വെറുക്കുന്ന, അവരെ കുറ്റം പറയുന്ന, അവരുടെ പ്രതിമയുണ്ടാക്കി അടിച്ച് തകർത്ത് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യന്മാർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വെറുപ്പ് പ്രകടമായി തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരുടെ വാദമുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ശേഷം തങ്ങളെ ഖലീഫയാകേണ്ടത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഅ്തിഖാദുകൾ പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം നസവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശ്രേഷ്ഠത വിവരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അബൂബക്കർ, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, സുമ്മ അലി, സുമ്മ ഇട്ടിട്ടാണ് മഹാനവറുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാവ് ഇട്ടിട്ടല്ല. വാവാണെങ്കിൽ ചിലപ്പോൾ തുല്യതയാണ് എല്ലാവർക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെയും അലിയാരു തങ്ങളുടെയും പവർ, മഹത്വം തുല്യമാണ് എന്ന് ധരിക്കേണ്ടി വരും. എന്നാൽ അതില്ലാതിരിക്കാൻ വേണ്ടി അബൂബക്കർ, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, സുമ്മ അലി എന്ന് സുമ്മ എന്നുകൊണ്ട് ഇബാറത്തിട്ടതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിന്റെ അടിസ്ഥാനം? എന്താണ് ആ പറഞ്ഞതിന്റെ കാര്യം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ ഹുവ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അക്കാര്യത്തിൽ മഹാനവറുകളുടെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോ വേറൊരു സ്വഹാബത്ത് ലോകത്തിലെ വേറൊരൊറ്റ മഖ്ലൂക്കും അക്കാര്യത്തിൽ മഹാനവറുടെ കൂടെ എത്തുകയില്ല. അത് കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്, അലിയാർ തങ്ങളാണ്. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം ഉമർ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഖിലാഫത്ത് തട്ടിയെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഖിലാഫത്ത് കിട്ടേണ്ടത് അലിയാർക്കാണ് എന്ന് പറയുന്ന ഒരു തരം വിഭാഗക്കാർ. ആ വിഭാഗത്തിൽ തന്നെ കാഫിരീങ്ങളായ വേറൊരു വിഭാഗമുണ്ട്. അവർ പറയുകയാണ്,
യഥാർത്ഥത്തിൽ നുബുവത്ത് ലഭിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ല, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് മറിഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ അവസാനത്തെ പ്രവാചകനായി അവസാനത്തെ നുബുവത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കാണുന്ന വരെ പറയുന്ന കാഫിര്യങ്ങളാ ഷിയാക്കളെ കൂട്ടത്തിലുള്ളതായി കാണാം. പൊതുവെ പറയുമ്പോൾ ഇവരൊക്കെയും മുസ്ലിമീങ്ങളാണ്. പക്ഷേ അവരുടെ ഈത്തിഖാദ്, അവരുടെ വിശ്വാസത്തിന്റെ ബലക്കുറവ് കാരണം അവരൊക്കെയും ബിദ്അത്തിന്റെ കക്ഷികളാണ്. ബിദ്അത്തിന്റെ ആശയമേ നമ്മളിൽ വരാൻ പാടില്ല. അർഹമുർ റഹീമീന അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിന്റെ കക്ഷികളെ തൊട്ട്, ബിദ്അത്തിന്റെ അഹ്ലുകാരെ തൊട്ട് നമ്മളൊക്കെ സംരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഈ അഖീദന്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം നമ്മളെ വിശ്വാസം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ട പ്രിയപ്പെട്ടവർ. ഇന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ആശയാദർശ രംഗത്തിൽ വളരെയധികം പേര് കേട്ട വലിയൊരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം ഉസ്താദ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ ഇത്തിഖാദിനെ കുറിച്ച് അതിൻ്റെ വ്യക്തവും സത്യമായ രീതിയിലൂടെ പറയുന്ന സമയത്ത് ഉറങ്ങിപ്പോകരുത്. അത് പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം. റഹ്മാൻ റഹീമീന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഹക്കായ വിശുദ്ധമായ ദീന് അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് മാഷാ